എന്താ വിശേഷം? അപ്പ അറിഞ്ഞില്ലേ? പ്രതിപക്ഷ നേതാവായിട്ട് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ തെരഞ്ഞെടുത്തു എന്ന് പറഞ്ഞതിൽ അത്ഭുതമില്ല എന്നുള്ള താങ്കളുടെ പ്രയോഗം കറക്റ്റാണ്. അതിൽ അത്ഭുതപ്പെടാനില്ല. അവർക്ക് അതിനപ്പുറത്തൊരു നേതാവില്ല. ഇപ്പൊ ജയിച്ചിരിക്കുന്ന LDF-ന്റെ 35 MLA-മാരിൽ CPM-ന്റെ MLA-മാരിൽ ഞാൻ മനസ്സിലാക്കുന്നത് 10-26 പേരുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത്തരം പേരിൽ ആരാണ് പിണറായി വിജയൻ അല്ലാതെ പ്രതിപക്ഷ നേതാവാകാൻ ഉള്ളത്? ആരുമില്ല. അതായത് പിണറായി വിജയന്റെ 10 വർഷക്കാലം കൊണ്ട് CPM-നും കേരളത്തിലെ LDF-നും സംഭാവന ചെയ്തത്, അതായത് പിണറായി വിജയന് ശേഷം ശേഷിയുള്ള ഒരു നേതാവിനെ വാർത്തെടുക്കാൻ പോലും ആ സംഘടനയ്ക്കും മുന്നണിക്കും കഴിയാതെ 7 ശനിയുടെ ആരംഭമാണെന്ന് കരുതിയാ മതി. അതുകൊണ്ടാണ് 10 വർഷത്തെ ഭരണ നേട്ടങ്ങൾ എണ്ണി പറഞ്ഞ് ഫ്ലെക്സ് വെച്ച് തോറ്റു തൊപ്പിയിട്ട് വാടക വീട്ടിലേക്ക് പോയ പിണറായി വിജയനെ വിളിച്ചു കൊണ്ടുവന്ന് കന്റോൺമെന്റ് ഹൗസിൽ ഇരുത്തി പ്രതിപക്ഷ നേതാവാക്കി അവർ വാഴിക്കുന്നത്. ഔചിത്യം എന്നൊരു സാധനമുണ്ട്. ഒരു മനുഷ്യനെ കുറച്ചൊക്കെ ഔചിത്യം. മറിച്ച് ഒരു നേതാവിനെ കാണാനില്ല. അവർ ഫ്ലെക്സിൽ എഴുതി വെച്ചത് കറക്റ്റാ. മറ്റാരുണ്ട് പിണറായി വിജയൻ അല്ലാതെ? മറ്റാരുമില്ല. ഒരു കൊള്ളാവുന്ന നേതാവിനെ ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റുമോ? ഇപ്പൊ SFI-ക്കാർ പറയുന്ന 10 വർഷം മിണ്ടാതിരുന്ന ഞങ്ങൾ ഇനി മിണ്ടുവെന്നാ. 10 വർഷക്കാലം SFI, DYFI, CPM പോലെയുള്ള സംഘടനകൾ, സമര സംഘടനകളെന്ന് അഭിമാനിച്ചിരുന്നവർ സമരം മറന്ന് പിണറായി വിജയന്റെ വാഴ്ത്തുപാട്ടുകാരായിട്ട് സംഘങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 10 വർഷക്കാലം ഈ കേരളത്തിലെ സാധാരണക്കാരായ മനുഷ്യർ അവരുടെ സങ്കടങ്ങളും വിലാപങ്ങളും വിളിച്ചു പറഞ്ഞപ്പോൾ പിണറായി വിജയന് പിന്തുണ പ്രഖ്യാപിച്ച് ഓംബ്ര എന്നും പറഞ്ഞ് മുദ്രാവാക്യം വിളിച്ച ആളുകളാണ് ഇപ്പോൾ തിരുത്താൻ വേണ്ടി പിണറായി വിജയൻ മാത്രമാണ് ഒറ്റ പ്രതി എന്ന് പറയുന്നത്. ചിന്തിക്കൂലെന്ന്, അല്ലെങ്കിൽ ഈ ബുദ്ധി ഇല്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ടുണ്ടല്ലേ. പിണറായി വിജയൻ മാത്രമല്ല ഈ കേസിൽ ഒറ്റ പ്രതി. പിണറായി വിജയൻ ഏകാധിപതിയായി തുടർന്നപ്പോൾ സർവ്വ തോന്നിവാസങ്ങളും തെമ്മാടിത്തരങ്ങളും ഈ സർക്കാരിന്റെ നേതൃത്വത്തിൽ നടത്തിയപ്പോൾ അതിന് മുദ്രാവാക്യം വിളിച്ച് പിന്തുണ പ്രഖ്യാപിച്ച് അതിനെ എതിർക്കുന്ന മനുഷ്യരെ ആക്ഷേപിച്ച മുഴുവൻ ആളുകളും ഏകാധിപത്യ മനസ്സുള്ളവരാണ്. അവൻ കാണിച്ചത് നാലാളറിയിട്ട് അവൻ മഹാതെമ്മാടിയാണെന്ന് അതിനെതിർത്ത് പുറത്തു വന്നത് കൊണ്ടാണ് കുഞ്ഞികൃഷ്ണനെ പോലെയുള്ള മനുഷ്യർ അത്ര ശാന്തമായിട്ടാണ് കേരളത്തിന്റെ നിയമസഭയിലേക്ക് പോകുന്നത്. ഇവിടുത്തെ ഒരൊറ്റ രോമം പറിക്കാൻ അയാളെ കൊണ്ട് പറ്റുമോ? കണ്ടിട്ട് അയാൾ മൂടോടെ പറിക്കുന്നില്ല. ഒരു ബഹളങ്ങളും ഇല്ലാതെ, ആൾക്കൂട്ട അക്രമം നടത്താതെ, ആളുകളെ വെട്ടിക്കൊല്ലാതെ, ആളുകളെ ആക്രോശിക്കാതെ ശാന്തനും സ്വസ്ഥവുമായിട്ട് ആ മനുഷ്യൻ നിയമസഭയിലേക്ക് പോകുന്നില്ലേ? പയ്യന്നൂരിൽ നിന്ന് പറഞ്ഞത് കേട്ടോടാ, അന്തസ് വേണോടാ, അന്തസ്. PK ഗോവിന്ദൻ തളിപ്പറമ്പിൽ നിന്ന്, അമ്പലപ്പുഴയിൽ നിന്ന് G സുധാകരനൊക്കെ നിയമസഭയിലേക്ക് പോകുന്നത്, അത് കൊടുക്കുന്നത് ആ പാർട്ടിക്കകത്ത് വിശ്വസിച്ച് നിന്ന മനുഷ്യരുടെ ആത്മാഭിമാനം അടിയറവ് വയ്ക്കാത്ത കുറെ മനുഷ്യർ ഇവരെ പിന്തുണച്ചത് കൊണ്ടാണ്. സാക്ഷരത നേടിയപ്പോൾ ജനങ്ങൾക്ക് വിവരം വന്നല്ലോ, അതുകൊണ്ടാണോ ഇത്തവണ അവർ നമുക്ക് വോട്ട് ചെയ്യാത്തത് എന്നാണ് എന്റെ സംശയം. എന്നിട്ടും ഇവർക്കെതിരെ മത്സരിച്ച രക്തസാക്ഷി ഫണ്ട് കട്ടെടുത്തവർക്കടക്കം വീണ്ടും ചിഹ്നത്തിൽ നോക്കി മാത്രം വോട്ട് ചെയ്ത മനുഷ്യർ ഇന്ന് പിണറായി വിജയൻ മാത്രമാണ് ഒറ്റ പ്രതി എന്ന് പറയുന്നതിൽ ഒരു ആത്മാർത്ഥതയും ഞാൻ കാണുന്നില്ല. വലിയ തെറ്റായി പോയെന്ന് എനിക്ക് ഇപ്പൊ തോന്നുന്നു. ഇപ്പൊ തോന്നിയിട്ടുണ്ട് ഫലം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പത്മകുമാർ അടക്കമുള്ള ജില്ലാ കമ്മിറ്റി അംഗം അടക്കമുള്ള മുൻ MLA അടക്കമുള്ള ആളുകൾ ജയിലിൽ കിടന്നിട്ട് അതിനെ ന്യായീകരിച്ച CPM-ന്റെ സഖാക്കന്മാർ ഇന്ന് പിണറായി വിജയൻ മാത്രമാണ് കുറ്റക്കാരൻ എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? ആത്മാർത്ഥതയില്ലാത്തൊരു കൂട്ടമാണ്. തെരഞ്ഞെടുപ്പിന് ശേഷം CPI-യുടെ നേതാക്കന്മാർ തിരുത്തൽ വരുത്തും എന്നൊക്കെ പറയുന്നു. ഇവരെവിടെയായിരുന്നു 10 വർഷക്കാലം? 266 ദിവസം സെക്രട്ടേറിയറ്റിന് പുറത്ത് മഞ്ഞും മഴയും വെയിലും കൊണ്ട് സമരം ചെയ്തപ്പോ മഴയത്ത് വലിച്ചു കെട്ടി ടാർപോളിൻ ഷീറ്റ് വെട്ടിക്കളഞ്ഞ ആഭ്യന്തര വകുപ്പിന് പിന്തുണ പ്രഖ്യാപിക്കുന്ന തിരക്കിലായിരുന്നു CPI അടക്കമുള്ള ഘടകകക്ഷികൾ. എന്ത് ചെയ്യുന്നതിന് മുമ്പും ഒന്ന് ആലോചിക്കണം. വെറുതെ എടുത്തു ചാടരുത്. എന്താ ഇപ്പൊ എടുത്തു ചാടിയാല് കുണ്ടി കുത്തി വീഴും. ആ പാവപ്പെട്ട മനുഷ്യർ ഈ ആരോഗ്യ കേരളത്തിന്റെ ബ്രാൻഡ് അംബാസഡർമാരായിട്ട് സകല പണിയും എടുത്ത് 10-21 മണിക്കൂർ പണിയെടുത്ത് കഷ്ടപ്പെട്ടവർ അവരുടെ നിത്യ ചെലവിനുള്ള തുക ചോദിച്ച് സമരം ചെയ്തപ്പോ അവരെ കാണാതെ തിരിഞ്ഞു നോക്കാതെ പോയ ആളുകൾ എല്ലാം ഇയാൾക്കറിയാം. ശരിയല്ലടോ? അതെ ശരിയാണ്. പിണറായി വിജയൻ മാത്രമല്ല, ആ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന മുഴുവൻ ആളുകളും ഇവരെ ആക്ഷേപിച്ചത് പിണറായി വിജയൻ മാത്രമല്ല, CPM-ന്റെ CIT-ന്റെ നേതാക്കന്മാരടക്കമുള്ള ആളുകളുണ്ടായിരുന്നു. ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ. എനിക്കത് ഓർമ്മയില്ല. അപ്പൊ തിരുത്തൽ വരുത്തേണ്ടത് ഒരു സംവിധാനത്തിന് മൊത്തമാണ്. ആ സംവിധാനം മൊത്തം തിരുത്തൽ വരുത്തുമ്പോൾ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നല്ല ഒരു ഇടതുപക്ഷ സംസ്കാരം കേരളത്തിൽ ഉണ്ടാകുള്ളൂ. അതിന് പകരം മന്ത്രിസഭ അധികാരം ഏൽക്കുന്നതിന് മുമ്പേ കേരളത്തിന്റെ തെരുവുകൾ സമരം ചെയ്തുകൊണ്ട് ഞങ്ങൾ ഇനി കാണിച്ചു തരാം എന്ന് പറഞ്ഞ് പോലീസുകാരുടെ മെക്കെട്ട് കയറാൻ വരുന്ന, സ്വിച്ച് ഇട്ടാൽ അപ്പൊ വരുന്ന സമര സംഘടനയായിട്ടല്ല ഇവർ വരേണ്ടത്.
തിരുത്തൽ വരുത്തേണ്ടത് ആത്മപരിശോധന നടത്തിക്കൊണ്ടാ. ഓരോ CPM-കാരനും ഇന്നും CPM-ൽ അടിയുറച്ച് നിൽക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ഓരോ CPM-കാരനും ഒറ്റയ്ക്കെങ്കിലും ഒന്ന് കണ്ണാടിയുടെ മുമ്പിൽ നിന്നും ചോദിക്കണം, ഞാൻ എന്തായിരുന്നു എന്റെ നിലപാടെന്ന് കഴിഞ്ഞ 10 വർഷക്കാലം. പിണറായി വിജയനെ പിന്തുണയ്ക്കാനല്ലാതെ ജനാധിപത്യപരമായിട്ട് ആ പാർട്ടിക്കകത്ത് അഭിപ്രായം പറയാൻ ആർക്കെങ്കിലും ശേഷി ഉണ്ടായിരുന്നോ? അങ്ങനെ ശേഷിയുണ്ടായിരുന്ന മനുഷ്യരാ ഈ നമ്മളൊപ്പം ചർച്ചയ്ക്ക് ഇരിക്കുന്ന കുഞ്ഞികൃഷ്ണനും TK ഗോവിന്ദനും അതുപോലെയുള്ള G സുധാകരനെ പോലുള്ള മനുഷ്യർ. മുതലാളി വിഷമിക്കാതിരിക്കും, നമുക്ക് സമാധാനമായിട്ടിരുന്ന് ആലോചിക്കാം. എങ്ങനെ സമാധാനമായിരിക്കും? തിരുത്തുമെന്ന് പറയുന്നതല്ലാതെ തിരുത്തൽ വരും, തിരുത്താൻ സന്നദ്ധമാകും എന്ന ഒരു പ്രതീക്ഷയും എനിക്കില്ല. ഇതിനു മുമ്പ് 3 തവണ തെറ്റുതിരുത്തൽ രേഖ പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗീകരിച്ച് താഴെ തലം വരെ റിപ്പോർട്ട് ചെയ്ത് ചർച്ച നടത്തിയിട്ടുണ്ട്. 1 തവണയല്ല, 2 തവണയല്ല, 3 തവണ. ചർച്ച കൊണ്ട് ഒരു തിരുത്തലും ഈ പാർട്ടിക്കകത്ത് വന്നിട്ടില്ല. തെറ്റ് ചെയ്തവർ തന്നെയാണ് അത് തിരുത്താതെ ഈ വിശദീകരണം നൽകുന്നത്, ഈ ചർച്ച നടത്തുന്നത്. അതുകൊണ്ട് ഒരു പ്രയോജനമില്ല. മനസ്സിലായില്ല. മനസ്സിലാക്കാൻ നിന്റെ പാർട്ടിക്കാരെ പോലെ തന്നെ നിനക്കും കുറച്ച് ടൈം എടുക്കും. ഭയരഹിതമായി ചർച്ച ചെയ്യാം എന്ന് പറയുമ്പോൾ നേരത്തെ ഭയം ഉണ്ടായിരുന്നു എന്നല്ലേ പരോക്ഷമായി സമ്മതിക്കുന്നത്? കുറ്റസമ്മതം നടത്തി അല്ലേ? ആ ഭയം വകവെക്കാതെ ചർച്ചയിൽ പങ്കെടുത്ത പലരും ഉണ്ട്. അവരെ എല്ലാം ക്രൂശിക്കാനാണ് ഈ പാർട്ടി സന്നദ്ധമായത് എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണല്ലോ ഞാൻ തന്നെ. പാർട്ടി വിരുദ്ധനെ പോലെ സംസാരിക്കുന്നു. അല്ലെങ്കിലും സത്യം പറയുന്നവരെ പാർട്ടി വിരുദ്ധരാക്കുന്നതാണല്ലോ സഖാവേ നമ്മുടെ സ്ഥിര ഏർപ്പാട്. അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ ഉൾപാർട്ടി ജനാധിപത്യം എന്ന് പറയുന്നത് ചർച്ച ചെയ്യാനുള്ള അവകാശമാണ്, അവസരമാണ്. അങ്ങനെ ചർച്ച ചെയ്താൽ അതുകൊണ്ട് പ്രയോജനം ഉണ്ടാകണ്ടേ? അവര് പറയുന്ന കാര്യങ്ങൾ ശരിയാണെങ്കിൽ അത് ഉൾക്കൊണ്ട് തിരുത്താൻ നേതൃത്വം തയ്യാറാകണ്ടേ? ആർക്കും പറ്റും. ഒന്നൊന്നുമല്ല, അതല്ലാതെ ജനാധിപത്യ കേന്ദ്രീകരണ തത്വം പറഞ്ഞ് അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചാൽ എവിടെയാണ് ഈ പാർട്ടി തിരുത്തുക? പ്രതിപക്ഷ നേതാവിനെ തെരഞ്ഞെടുത്തതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാർട്ടിക്കുള്ളിൽ എന്തൊക്കെയോ ചർച്ച നടന്നതായി പലതും പറഞ്ഞു കേൾക്കുന്നുണ്ട്. അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. സ്വാഭാവികമായി ഒരു പുതിയ തലമുറ വരണ്ടേ ഈ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം? ഒരു പുതിയ നേതൃത്വം വരണ്ടേ? ഇന്ന് ആ നേതൃത്വം അങ്ങനെ വരുന്നുണ്ടോ? പുതിയ നേതൃത്വത്തെ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ശ്രമം ഇപ്പൊ നടക്കുന്നുണ്ടോ? പ്രതിപക്ഷ നേതാവായി പിണറായി നിൽക്കേണ്ടുന്ന ഒരാവശ്യം ഇപ്പൊ ഉണ്ടായിട്ടുണ്ട്. ഇതൊരു പ്രശ്നമാക്കണ്ടെന്നോ? ഇത്തരം നിരുത്തരവാദപരമായ നടപടികളാണ് താല്പര്യം തുടക്കം വെക്കുന്നത്. അപ്പോൾ പുതിയ തലമുറയെ ഉയർത്തിക്കൊണ്ടുവരാനും നേതൃത്വത്തിലേക്ക് വളർത്തിക്കൊണ്ടുവരാനുമുള്ള നിലപാട് നേതൃത്വം സ്വീകരിക്കാത്തിടത്തോളം കാലം ഇത് നന്നാവില്ല. വരെ പെരുമ്പാമ്പ് വിഴുങ്ങി അവന്റെ തലയില് പിണറായി പോയാൽ ഈ പാർട്ടി എന്താകും എന്ന് ആലോചിക്കണ്ടേ? അങ്ങനെയല്ല ഇപ്പോ ഈ പാർട്ടി മുന്നോട്ട് പോകുന്നത്. പിണറായിയുടെ വാക്കാണ് അന്തിമ വാക്ക് എന്ന നിലയിലല്ല ഇന്ന് ഈ പാർട്ടി മുന്നോട്ട് പോകുന്നത്. എന്റെ തൊഴിലിനോടുള്ള ആത്മാർത്ഥയാണ് ഒരു ചോദ്യം ചെയ്തിരിക്കുന്നത്. ഗ്യാസ് എന്ന് വെച്ച ഒരു സിലിണ്ടർ പോലെയാണ് ഇപ്പൊ എന്റെ മനസ്സ്. ഒരു നേതാവ് ഒരു അഭിപ്രായം പറഞ്ഞാൽ അത് തെറ്റാണെങ്കിൽ പോലും അതിനെതിരെ ഒരു അക്ഷരം പറയാൻ സന്നദ്ധമാകാത്തവരായി പാർട്ടി കമ്മിറ്റികളിൽ സഖാക്കൾ മാറുകയാണ്. ഇതൊന്നും തിരുത്താതെ ഈ പാർട്ടിക്ക് കേരളത്തിൽ രക്ഷപ്പെടാൻ കഴിയില്ല. തെറ്റ് തിരുത്തും എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം പ്രയോജനമില്ല. എന്താ ആ പ്രതീക്ഷയും തകർന്നു. അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ? ശരി.